പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കോളേജ് ഡിഗ്രിക്ക് ജോബിന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഡിഗ്രി കഴിയുമ്പോൾ ജോബ് കിട്ടണം. അപ്പൊ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് എന്താണ് PSC പോകുന്ന പറയും. ഒരു വർഷം എത്രയും PSC വേക്കൻസി? 40,000 വേക്കൻസി ഉണ്ട്. ഈ 40,000 വേക്കൻസിക്ക് 40 ലക്ഷം പേര് ജോബ് നോക്കിയാൽ ഒരു പെർസെന്റേജ് ആർക്കെങ്കിലും ജോബ് കിട്ടും. 7 ലക്ഷം പേര് വർഷം SSLC കഴിഞ്ഞാൽ ഒരു നാട്ടിൽ 40,000 വേക്കൻസി കൊണ്ട് എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് കിട്ടും. അപ്പൊ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, IT കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. ടെക്നോ പാർക്കിൽ 68,000 ജോബ് ഉണ്ട്, ഇൻഫോ പാർക്കിൽ 75,000 ജോബ് ഉണ്ട്, സൈബർ പാർക്ക് 2,800 3,000 ജോബ്, കാലിക്കറ്റ് മൊത്തം എടുത്താൽ 15,000 ജോബ്, കൂട്ടിയെടുത്താൽ 3 ലക്ഷം IT ജോബ്സ് ഉണ്ട്. വർഷം ഒരു 10,000 ജോബ് വേണമെങ്കിൽ നീ അടുത്ത കെട്ടിടങ്ങൾ കെട്ടിപ്പോകണം. അപ്പൊ നമ്മൾ 7 ലക്ഷം പേര് പഠിച്ചിറങ്ങുന്നത് കൂടെ IT ജോബ് ഉണ്ടാ? ഇല്ല. ഈ വാണിജ്യ സ്ഥാപനങ്ങൾ നോക്കിക്കേ, നിലമ്പൂർ ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ താമോ, ഒരു റെസ്റ്റോറന്റ് താമോ, ഒരു ജൂവലറി താമോ? ഇല്ല. അവിടെ തുടങ്ങത്തില്ല. കാര്യം 1000 കസ്റ്റമേഴ്സ് ഒരു സ്ഥലത്ത് ഒരാൾ ടെക്സ്റ്റൈൽ ചെയ്താൽ എന്ത് സംഭവിക്കും? 1000 കസ്റ്റമേഴ്സിന് അദ്ദേഹത്തിന് കിട്ടും. രണ്ടാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ കസ്റ്റമർ 500 ആവും, മൂന്നാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ 300 ആവും, നാലാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ കസ്റ്റമർ 250 ആവും, അഞ്ചാമത്തെ ടെക്സ്റ്റൈൽ ഇടുന്നതോടുകൂടി മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബാലൻസ് തെറ്റും. അഞ്ചാമത് ഇതിപ്പോ എന്ത് പറയും? 5 പേര് പറയും കച്ചവടം ഇല്ലാന്ന് പറയും. പക്ഷെ ആറാമത്തെ ആളൊന്നും ടെക്സ്റ്റൈൽ തുടങ്ങിയില്ലേ? കാര്യം ടെക്സ്റ്റൈൽ ജൂവലറി റെസ്റ്റോറന്റ് ഇല്ലാതെ എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ നമുക്കറിയോ? അറിയില്ല. അപ്പം 7ാമത്തെ ആൾ തുടങ്ങും, 8ാമത്തെ ആൾ തുടങ്ങും, 1ാമത്തെ ആൾ കൂട്ടും, 2ാമത്തെ ആൾ കൂട്ടും. ഒരു കാര്യം ഉറപ്പാണ്, വാണിജ്യ സ്ഥാപനങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഓൾറെഡി സാച്ചുറേറ്റ് ആയി, മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബാലൻസ് തെറ്റി. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോബ് ഇല്ല, നമുക്ക് IT ജോബ് ഇല്ല, നമുക്ക് വാണിജ്യ സ്ഥാപനങ്ങളിൽ ജോബ് ഇല്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? എനിക്കൊരു 25,000 രൂപ സാലറി വേണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. ഒരു 40,000 രൂപ സാലറി വേണം. എന്റെ മുമ്പിലുള്ള ഓപ്ഷൻ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരൊറ്റ ഓപ്ഷനിലേക്ക് അവസാനിച്ചു. അത് 40% യൂത്തിന് അൺഎംപ്ലോയ്മെന്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ നാട് മാറിയത്. കാരണം എല്ലാവരും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ജോബാണ് നല്ല ക്ലർക്ക് ആകാൻ അറിയാം. പക്ഷെ അതിനപ്പുറം നമുക്കറിയില്ല. അപ്പൊ അവിടെ എന്തായിരുന്നു എന്റെ അഭിരുചി, എന്തായിരുന്നു എന്റെ പാഷൻ, എന്തായിരുന്നു എന്റെ സ്വപ്നം, എന്തായിരുന്നു എനിക്കറിയില്ല. ഞാനും എല്ലാവരും പറയുന്നത് പോലെ ഡിഗ്രി PG കഴിഞ്ഞ് പുറത്തു വന്നു, എന്നോട് കയറ്റി വിടുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി സെന്ററുകളായിട്ടുള്ള നാലാക്കര ക്യാമ്പസുകളിലേക്ക് പരന്നൊഴുകുന്ന നദിയാണ്, വീതി കൂടിയ നദിയാണ്. പക്ഷെ ഇതേ ഗംഗ ഒരു സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് വീതി ഇങ്ങനെ കുറഞ്ഞു വരും. ആ വീതിയൊക്കെ കുറഞ്ഞ് ഇങ്ങനെ കൂർപ്പിച്ചൊഴുകാൻ തുടങ്ങും, കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും. ആ സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഗംഗയുടെ പേര് മാറി, രൂപം മാറി, സ്വഭാവം മാറി, ഒക്കെ മാറി. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കാര്യം? ഇങ്ങനൊരു കാര്യം ഉണ്ട്. അതേതാ സ്റ്റേറ്റ് എന്നറിയോ? ബംഗാളിലെത്തുമ്പോ ഗംഗാ നദിയുടെ സ്വഭാവം മാറും, രൂപം മാറും, പേരും മാറും. പേര് ഹൂഗ്ലി എന്നാണ് അവിടെ, ഗംഗ എന്നല്ല ഹൂഗ്ലി. മാറാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. അതാണ്, ബംഗാളിലെത്തുമ്പോ ഗംഗയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതാണ്. ഏതാണ് ആ ലക്ഷ്യം? ബംഗാൾ ഉൾക്കടൽ എന്ന ലക്ഷ്യം വന്നതോടെ, ലക്ഷ്യം ഉണ്ടായതോടെ ഇനി എങ്ങനെയെങ്കിലും ഒഴിയാൻ പറ്റില്ല. അതാണ്. ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. ലക്ഷ്യമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റില്ല. കാരണം അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ഒരാളെ എവിടെ പോയിട്ടും വീഴും. ലക്ഷ്യമില്ലാത്ത ഒരാളെ ആർക്കും വശീകരിക്കാം. ലക്ഷ്യമില്ലാത്ത ഒരാൾ ആരുടെ പിറകെയും പോകും. ലക്ഷ്യമില്ലാത്ത ഒരാൾ ഏത് കുഴിയിലും ചെന്ന് വീഴും. എന്നാൽ ഉള്ളിലൊരു കിനാവുള്ള മനുഷ്യൻ, അയാളുടെ ലക്ഷ്യം ആ കിനാവാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഈശ്വരൻ എന്തെങ്കിലും ഒരു പ്രതിഭ കൊടുക്കാത്ത, ഒരു ടാലന്റ് കൊടുക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. അതാ, ഒരു ആപ്പിളിൽ എത്ര വിത്തുകളുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാൻ കഴിയും അല്ലെ? ആപ്പിൾ ഇങ്ങനെ തുറന്നിട്ട് എണ്ണി നോക്കിയാൽ മതി. ആപ്പിളിനകത്ത് എത്ര വിത്തുണ്ട്, എന്നാൽ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ട് എന്ന് നമുക്ക് കണക്കൂട്ടാൻ കഴിയും. ഒരു ആപ്പിളിനകത്ത് എത്ര വിത്തുണ്ട് എന്ന് എണ്ണി നോക്കാം.
പക്ഷെ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ട് എന്ന്, വരാനിരിക്കുന്ന കാലങ്ങളിലേക്ക് പിറക്കാനിരിക്കുന്ന എത്ര ആപ്പിളിന്റെ കാടുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇതേപോലെയാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കണ്ണിന്റെയും അകത്തുള്ള സാധ്യതകൾ, പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പൊട്ടൻഷ്യൽ അല്ലാത്ത ഒരാളെയും ഈശ്വരൻ ഇങ്ങനെ പറഞ്ഞേക്കില്ല. പക്ഷെ അതെല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ അറിയാതെ, അതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ അതിനെ ഇങ്ങനെ മൂർച്ച കൂട്ടണം. ഒരു നാട്ടില് വലിയ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, ഇപ്പോഴും ആ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ച രണ്ട് മനുഷ്യരുണ്ട്. അതിലൊന്ന് ഒരു അച്ഛനാണ്, ക്രിസ്ത്യൻ പുരോഹിതനാണ്, ഫാദർ. അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലേക്ക് എത്തിയതോടെയാണ് ജീവിതം ഒരു യൂട്ടേൺ അടിച്ചു. പിന്നെ ഒരാളുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരൻ നൽകിയ എൻ്റെ പെണ്ണാണ്. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ജീവിതം ഇങ്ങനൊന്നും ആകില്ലല്ലോ. അത്രയും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരാളെയാണ് ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ളത്. ആ രണ്ടാളുകളാണ്. അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുജോലിക്ക് പോയ ആളാണ്. അനിയത്തി നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ അനിയത്തിയെ പഠിപ്പിക്കണമെങ്കിൽ പൈസ വേണം. അതിന് ഈ പെൺകുട്ടി ചേച്ചി വീട്ടുജോലിക്ക് ഒരു വീട്ടില് അവരുടെ തന്നെ ബന്ധുവീടുണ്ട്, കുറച്ച് പൈസക്കാരാണ്, അവരുടെ വീട്ടില് നിലം തുടക്കാനും പാത്രം കഴുകാനും പോയി. അങ്ങനെ അനിയത്തിയെ പഠിപ്പിച്ചു. അനിയത്തി ഇങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഇവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ജോലിക്ക് പോയി തന്നെ ഇവള് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു. അദ്ദേഹം ഒരുപാട് പേരുകൾ നമുക്ക് പ്രചോദനമാണ്. അദ്ദേഹത്തെ ഇവിടെ